ഒരു ചിത്രം കണ്ടു. ആ ചിത്രം കണ്ടിട്ട് എനിക്ക് അഭിപ്രായം പറയാതിരിക്കാനായിട്ട് തോന്നുന്നില്ല. ചിത്രത്തിൻ്റെ പേര് രേഖാചിത്രം എന്നാണ്. ഞാനൊരു 8 മാസത്തോളം US-ലായിരുന്നു. ആ US-ൽ നിന്ന് വന്നിട്ട് ആദ്യമായിട്ട് ഞാൻ പോയി കണ്ട ചിത്രമാണ് രേഖാചിത്രം എന്ന് പറയുന്നത്. വളരെ മനോഹരമായ ഒരു ക്ലീനായിട്ടുള്ള ഒരു ചിത്രം, ഒരു ത്രില്ലർ സ്വഭാവമുള്ള ചിത്രമാണ്. നമുക്കറിയാം, നമ്മൾ കണ്ട ചിത്രങ്ങളുടെ നിഗമനങ്ങൾ വെച്ചിട്ട് ഇന്ന സമയത്ത് ഇന്നതായിരിക്കും സംഭവിക്കുന്നതെന്ന് നമുക്കറിയാം. എന്നിരുന്നാൽ കൂടിയും നമ്മളെ എൻഗേജ്മെൻറ്റ് ചെയ്ത് നിർത്താൻ കഴിയുന്ന എന്തോ ഒരു ഭയങ്കരമായ ഒരു ക്വാളിറ്റി ഉള്ളൊരു ചിത്രമായിട്ട് എനിക്ക് ആ രേഖാചിത്രം. ഓരോ ചിത്രത്തിനകത്തും ഒരു സംഭവം ഉണ്ടായിരിക്കുമല്ലോ, ഒന്ന് നമ്മളെ അടുപ്പിച്ച് ഹൃദയത്തിലേക്ക് അടുപ്പിക്കുന്ന ഒരു സംഭവം. അപ്പോൾ ആ സംഭവം ആയിരിക്കുമല്ലോ അതിനെ ഇത്രയധികം ചർച്ചാ വിഷയമാക്കുന്നത്. ചെറിയ ചിത്രങ്ങൾക്കകത്തിലും വലിയ ചിത്രങ്ങൾക്കകത്തിലും ഒക്കെ അങ്ങനെ ഒരു കണ്ടൻറ്റ് കാണും. അപ്പം ഈ ഒരു ചിത്രത്തിൻ്റെ ഇത്രയധികം ജനപ്രീതി ഇപ്പം ആർജിച്ചിരിക്കുന്നതിൻ്റെ ഒരു ഘടകമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മെയിൻ ഘടകമെന്ന് പറയുമ്പോൾ അത് നമ്മുടെ അതിലെ നായിക തന്നെയാണ്, അനശ്വര രാജൻ. നമ്മുടെ ഇന്ന് ഇൻഡസ്ട്രിയിലുള്ളത് വെച്ചിട്ട് വളരെ യങ്ങായിട്ടുള്ളൊരു ആർട്ടിസ്റ്റാണ് അനശ്വര രാജൻ എന്ന് പറയുന്നത്. അപ്പം അവരുടെ ആ പ്രായത്തിനകത്ത് നിന്ന് എന്തൊരു മെച്യൂരിറ്റിയാണ് അവരെ ഈ പടത്തിന് വേണ്ടി കാണിച്ചിരിക്കുന്നത്. അവർ ആ കഥാപാത്രത്തെ സ്വീകരിച്ചിരിക്കുന്ന രീതി, ആ കഥാപാത്രത്തെ ഹാൻഡിൽ ചെയ്തിരിക്കുന്ന രീതി, അതിനെ ഉടനീളം കൊണ്ടുപോയിരിക്കുന്ന രീതി, അതാണ് എനിക്ക് പടത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇഷ്ടമായിട്ട് തോന്നിയ മെയിനായിട്ടുള്ളൊരു എലമെൻ്റ് എന്ന് പറയുന്നത്. യങ്ങായിട്ടുള്ള നമ്മുടെ ഈ അനശ്വര രാജൻ എന്ന് പറയുന്ന ആൾ കുറച്ചൊരു 10-12 വർഷം കഴിയുമ്പോൾ അവർ ഏത് തലത്തിൽ നിൽക്കുമെന്ന് നമുക്ക് ഇപ്പോഴേ നമുക്ക് ഊഹിക്കാൻ കഴിയും. അത്രയ്ക്ക് പൊട്ടൻഷ്യലുള്ള, അത്രയ്ക്ക് കഥാപാത്രത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിവുള്ളൊരു ആർട്ടിസ്റ്റാണ് അനശ്വര രാജൻ എന്ന് തോന്നിയത്. അപ്പോൾ അങ്ങനെ അനശ്വര രാജനാണ് എനിക്ക് ഇതിനകത്തിൽ ഫസ്റ്റ് ഒരു എലമെൻ്റായിട്ട് തോന്നിയത്. പിന്നീടെന്ന് പറയുമ്പോൾ എന്താ പറയുക, ഇതിനകത്തിൽ ആസിഫ് അലിയുടെ ക്യാരക്ടർ. ആസിഫ് അലി ഒരുപാട് പോലീസ് വേഷങ്ങളൊന്നും അധികം ചെയ്തിട്ടില്ല, എങ്കിൽ പോലും വിരളമായ ചില വേഷങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടൊരു പ്രത്യേകമായ പാറ്റേണിൽ കൂടാണ് ആസിഫ് അലി പടം ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു സസൂക്ഷ്മമായ നാച്ചുറൽ ആക്ടിങ് അതെനിക്ക് പടത്തിൽ കൂടെ കാണാൻ കഴിയും. അദ്ദേഹം എന്താ പറയുക, കണ്ട വഴികളിൽ കൂടി അഭിനയിച്ച ആളുകൾ കൂടി അങ്ങനെ മെച്യൂരിറ്റി ആയിട്ട് ഗ്ലേസിങ് ആയിട്ട് വന്നിരിക്കുന്ന ഒരാളായിട്ടാണ് എനിക്ക് ആസിഫ് അലി ഇപ്പോൾ തോന്നുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ തുടക്കത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് നോക്കുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. കഥാപാത്രത്തെ ക്യാരി ചെയ്യുന്ന രീതി വളരെ മെച്യൂർഡായിട്ട്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് എനിക്ക് ആസിഫ് അലിയുടെ ആക്ടിങ് ഈ പടം കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നിയത്. പിന്നെ അതേപോലെ തന്നെ നമ്മളെന്താ പറയുക, സിദ്ദിഖിക്ക തുടക്കം അദ്ദേഹം കുറച്ച് സമയം അദ്ദേഹം ഉള്ളൂ ഇതിനകത്തിൽ. എന്ത് സമയമാണെങ്കിലും ആയിക്കോട്ടെ, അദ്ദേഹം ഏതൊരു കഥാപാത്രത്തിൻ്റെ ഷെയർ എടുത്ത് അദ്ദേഹത്തിന് നോക്കിയോ ഒന്നൊന്നിനോട് സാമ്യമില്ലാതിരിക്കാൻ അദ്ദേഹം വളരെയധികം ശ്രദ്ധിക്കുന്ന നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അങ്ങനെ ഒരു കുറച്ച് നിമിഷമേ അദ്ദേഹം ഇതിനകത്തുള്ളൂ, ആ നിമിഷം അദ്ദേഹം തകർത്തിരിക്കുകയാണ്. എന്തോ ഒന്ന് അദ്ദേഹം വ്യത്യസ്തമായിട്ട് തന്നിട്ടാണ് പോയത്. പിന്നെ അതേപോലെ തന്നെ മനോജ് കെ ജയനാണ് ഈ പടത്തിലെ വില്ലൻ എന്ന് പറയുന്നത്. വില്ലൻ എന്ന് പറയുമ്പം വിഗ് ഇല്ലാത്തൊരു വില്ലൻ. അദ്ദേഹം വിഗ് അഴിച്ച് ചെയ്യുന്ന ക്യാരക്ടറൊക്കെ വളരെ അടിപൊളിയാണെന്നാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ചർച്ച ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അത് തന്നെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അദ്ദേഹം ആ ക്യാരക്ടറെ എന്താ പറയുക, വില്ലനായ ആ ക്യാരക്ടറെ ഹോൾഡ് ചെയ്യുന്ന രീതി, അത് കൊണ്ടുപോകുന്ന രീതി, അതൊക്കെ വളരെ മനോഹരമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ മനോജ് കെ ജയനാണ് മൂന്നാമത്തെ കയ്യടിയായിട്ട് എൻ്റെ മനസ്സിൽ തോന്നുന്നത്. അപ്പോൾ എന്തുകൊണ്ടോ ഈ പടം കഴിയുമ്പോൾ കുറച്ച് കഥാപാത്രങ്ങൾ, പ്രത്യേകിച്ച് രേഖ എന്ന ആൾ നമ്മുടെ ഈ മനസ്സിലങ്ങനെ നിറഞ്ഞിരിക്കും. അവർക്ക് എന്തു പറ്റി, അവരൊന്നുമില്ലാത്തൊരവസ്ഥയിൽ എവിടെ നിന്നോ വന്നിട്ട് ഈ സിനിമയ്ക്കകത്തിൽ എങ്ങോട്ടോ പോകുന്നൊരു ക്യാരക്ടർ അവർ ആ പടത്തിനകത്തിൽ മിസ്സിങ് ആണ്. അതിനകത്തിൽ ആ മിസ്സിങ് ആയ കഥാപാത്രത്തെ പിടിച്ചുകൊണ്ടാണ് ഈ സിനിമ മൊത്തം പോകുന്നത്. ആ മിസ്സിങ് ആയ കഥാപാത്രത്തിൻ്റെ ഒരു ഇൻവെസ്റ്റിഗേഷനാണ് ഈ പടമെന്ന് തന്നെ പറയുന്നത്. അപ്പം ആ മിസ്സിങ് ഫീല് പടം കണ്ട് ഇറങ്ങി കഴിയുമ്പോഴും നമ്മുടെ ഉള്ളിൽ അങ്ങനെ തിങ്ങി നിൽക്കും. അതാണ് ഈ പടം നമുക്ക് തരുന്നൊരു സമ്മാനം എന്ന് പറയുന്നത്. അപ്പോൾ പിന്നീട് മമ്മൂട്ടി കാതോട് കാതേരം എന്ന സിനിമയെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയാണിതെന്ന് പറയുന്നത്. അപ്പോൾ മമ്മൂട്ടി ആ പടത്തിനകത്തിൽ കാണിക്കുന്നുണ്ട് 2 സീനിനകത്തിൽ. ആ കാലഘട്ടത്തിലെ മമ്മൂട്ടി 2 സീനിനകത്ത് കാണിക്കുന്നുണ്ട്. ടെക്നോളജി ഉപയോഗിച്ചാണ് അത് കാണിച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നു. എന്നാലും അത് പിടിക്കപ്പെടാത്ത രീതിയിൽ മമ്മൂട്ടിയെ പ്രസൻറ്റ് ചെയ്യിപ്പിക്കാൻ ആ സംവിധായകന് കഴിഞ്ഞു, അതിൻ്റെ ടെക്നോളജിക്ക് കഴിഞ്ഞു എന്നുള്ളത് ഒരു വലിയ വിജയമായിട്ട് എനിക്ക് തോന്നി. പിന്നീട് ഏറ്റവും അവസാനം പടം തീരാറാവുമ്പോൾ മമ്മൂട്ടിയുടെ ഒരു സൗണ്ടിൻ്റെ സാന്നിധ്യമുണ്ട്. ആ സാന്നിധ്യം എന്ന് പറയുമ്പോൾ അവ കഴിച്ചു കൊടുക്കുന്നൊരു കത്തിനകത്തിൽ മമ്മൂക്ക ഇങ്ങനെ പറയുന്നൊരു മമ്മൂക്കയുടെ 2 ഡയലോഗുകൾ, അത് എന്താ പറയുക, അത് ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ആ സിനിമ അവസാനിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ആ പടത്തിൽ തോന്നിയ മനോഹരമായ കാര്യങ്ങൾ, എന്നെ ആ പടം പിടിച്ചിരുത്തിയ കാര്യങ്ങൾ. എല്ലാവരും കുടുംബത്തോടിരുന്ന് കാണാൻ പറ്റിയൊരു മനോഹരമായ ചിത്രം തന്നെയാണത്. എല്ലാവരും പോയി കാണുക. ഓക്കെ.